എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL മഹാഫൈനലിന്റെ ആവേശച്ചൂടിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരു സമുദ്രം പോലെ ഇളകിമറയുന്ന ആ മാസ്മരിക സായാഹ്നത്തിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ മറ്റൊരു ചരിത്രപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കാൻ ശ്വാസമടക്കിപ്പിടിച്ചിരിക്കുകയായിരുന്നു. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഈ കലാശ പോരാട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ RCB നായകൻ രജത് പാട്ടിദാർ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗാലറികളിൽ ഉദ്വേഗത്തിന്റെ വലിയൊരു ഇരമ്പലുയർന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ തുടക്കം ഒട്ടും ആശാവഹമായിരുന്നില്ല. കാരണം സ്കോർ ബോർഡിന് വേഗം വെക്കുന്നതിന് മുൻപേ തന്നെ വെറും 12 റൺസെടുത്ത് സായി സുദർശൻ പുറത്തായത് അവർക്ക് കനത്ത പ്രഹരമായി മാറി. തുടർന്ന് ക്രീസിലെത്തിയ നായകൻ ശുഭ്മാൻ ഗില്ലും നിഷാന്ത് സിന്ധുവും ചേർന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും 10 റൺസെടുത്ത ഗില്ലും 20 റൺസെടുത്ത സിന്ധുവും പെട്ടെന്ന് തന്നെ കൂടാരം കയറിയത് ഗുജറാത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. മധ്യനിരയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോസ് ബട്ട്ലർ 19 റൺസുമായി പൊരുതി നോക്കിയെങ്കിലും മറുവശത്ത് വിക്കറ്റുകൾ തുടർച്ചയായി വീഴുന്നത് ഗുജറാത്തിന്റെ നില പരുങ്ങലാക്കി. എന്നാൽ പ്രതിസന്ധിയുടെ ഈ കൊടുംകാറ്റിൽ ഗുജറാത്തിന് ഏക ആശ്രയമായി മാറിയത് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റെ അങ്ങേയറ്റം ബുദ്ധിപരവും അതേസമയം സ്ഫോടനാത്മകവുമായ ഒരു അവിസ്മരണീയ ഇന്നിംഗ്സായിരുന്നു. മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും അതിമനോഹരമായ ഷോട്ടുകൾ പായിച്ച സുന്ദർ വെറും 37 പന്തുകളിൽ നിന്ന് 5 കണ്ണഞ്ചിപ്പിക്കുന്ന ബൗണ്ടറികൾ സഹിതം 50 റൺസ് നേടി പുറത്താകാതെ നിന്നുകൊണ്ട് ടീമിന്റെ സ്കോർ ബോർഡിന് ജീവൻ നൽകി. വാലത്തത്ത് ക്രീസിലെത്തിയ അർഷാദ് ഖാൻ വെറും 6 പന്തിൽ 2 കൂറ്റൻ സിക്സറുകളുടെ അകമ്പടിയോടെ 15 റൺസും സങ്കടമോചകനായ രാഹുൽ തെവാതിയ 5 പന്തിൽ ഒരു 4 അടക്കം 7 റൺസും നേടി അതിവേഗം സ്കോർ ഉയർത്തിയപ്പോൾ ഗുജറാത്ത് സ്കോർ 150 എന്ന മാനസിക കടമ്പ കടക്കുകയായിരുന്നു. അവസാന ഓവറുകളിൽ മാന്ത്രിക സ്പിന്നർ റാഷിദ് ഖാൻ 3 പന്തിൽ ഒരു വമ്പൻ സിക്സറോടെ 7 റൺസ് നേടിയപ്പോൾ 3 റൺസുമായി കഗിസോ റബാഡ പുറത്താകാതെ നിന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എന്ന പൊരുതാവുന്ന സ്കോറിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് എത്തിച്ചേർന്നു. മറുവശത്ത് ഫൈനലിന്റെ അങ്ങേയറ്റത്തെ സമ്മർദ്ദങ്ങൾക്കിടയിലും RCBയുടെ ബൌളിംഗ് നിര കാഴ്ചവെച്ചത് അത്യുജ്വലമായ പ്രകടനമായിരുന്നു. യുവ പേസ് ബൌളർ റാസിഖ് സലാം തന്റെ 4 ഓവറിൽ വെറും 27 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഗുജറാത്തിന്റെ മധ്യനിരയുടെ നട്ടെല്ലൊടിച്ചുകൊണ്ട് 3 നിർണായക വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ പരിചയസമ്പന്നനായ സ്വിംഗ് സുൽത്താൻ ഭുവനേശ്വർ കുമാർ തന്റെ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ സ്വന്തമാക്കി ഓസ്ട്രേലിയൻ ഇതിഹാസ പേസർ ജോഷ് ഹേസൽവുഡ് 37 റൺസ് വിട്ടുകൊടുത്ത് 2 വമ്പൻ ബാറ്റർമാരെ പവലിയനിലേക്ക് തിരിച്ചയച്ചപ്പോൾ ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യ തന്റെ 4 ഓവറിൽ വെറും 23 റൺസ് മാത്രം നൽകി ഒരു വിക്കറ്റെടുത്ത് ഗുജറാത്തിനെ വരിഞ്ഞുമുറുക്കി. ജേക്കബ് ഡഫി തന്റെ 4 ഓവറിൽ 38 റൺസ് വഴങ്ങി അല്പം ചെലവേറിയവനായെങ്കിലും മൊത്തത്തിൽ RCBയുടെ ബൌളിംഗ് പ്രകടനം അച്ചടക്കമുള്ളതും കൃത്യതയാർന്നതുമായിരുന്നു. എന്നാൽ ഈ ഫ്ളാറ്റ് പിച്ചിൽ ഫൈനലിന്റെ അത്യുന്നത മാനസിക സമ്മർദ്ദം കൂടി കണക്കിലെടുക്കുമ്പോൾ 156 റൺസ് എന്ന വിജയലക്ഷ്യം RCBക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാനിറങ്ങിയ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഓപ്പണിംഗ് ജോഡികളായ വെങ്കിടേഷ് അയ്യരും ടീമിന്റെ പോസ്റ്റർ ബോയായ സാക്ഷാൽ കിങ് വിരാട് കോഹ്ലിയും ക്രീസിലേക്ക് നടന്നെത്തിയപ്പോൾ അവരുടെ ശരീരഭാഷയിൽ ഗുജറാത്ത് ബൌളർമാർക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വ്യക്തമായ ലക്ഷ്യം നിഴലിച്ചിരുന്നു. ആദ്യ പന്ത് മുതൽ തന്നെ അഹമ്മദാബാദിലെ മൈതാനത്ത് ചരിത്രം രചിക്കാൻ ഉറച്ചാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇരുവരും അങ്ങേയറ്റം ആക്രമണാത്മകമായ ശൈലിയിലാണ് ബാറ്റിംഗ് ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത് കിങ് കോഹ്ലിയുടെ അത്യന്തം വിനാശകാരിയായ രൗദ്രഭാവം പൂണ്ട് ഒരു ചരിത്ര ഇന്നിംഗ്സിനായിരുന്നു. ഗുജറാത്തിന്റെ അന്താരാഷ്ട്ര ബൌളിംഗ് നിരയെ കടന്നാക്രമിച്ച കോഹ്ലി നിരന്തരമായ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് ബൗണ്ടറികളുടെയും കൂറ്റൻ സിക്സറുകളുടെയും ഒരു മഹാമാരി തന്നെ മൈതാനത്ത് പെയ്തിറക്കി. അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടിലും ആ പഴയ അജേയമായ ആത്മവിശ്വാസവും അസാമാന്യമായ ടൈമിംഗും പൂർണ്ണതയോടെ പ്രതിഫലിച്ചു. പവർ പ്ലേയിലും മധ്യ ഓവറുകളിലുമായി റാഷിദ് ഖാൻ, റബാഡ, സിറാജ് തുടങ്ങിയ ലോകോത്തര ബൌളർമാരെ നിർദ്ദയം പ്രഹരിച്ച കോഹ്ലി മികവിൽ RCB വെറും 6.3 ഓവറിൽ തന്നെ 77 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചെത്തിയിരുന്നു. അവസാന ഓവറുകളിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് അത്യന്തം ബുദ്ധിപരമായി ബാറ്റ് ചെയ്ത കോഹ്ലി 18ാം ഓവറിലെ 3ാം പന്തിൽ അർഷാദ് ഖാനെതിരെ ലോങ് ഓണിന് മുകളിലൂടെ ഒരു മാന്ത്രിക സിക്സർ പറത്തിക്കൊണ്ട് RCBയെ 5 വിക്കറ്റിന്റെ ചരിത്ര വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തി. 18 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് നേടിയ RCB തുടർച്ചയായ 2ാമത്തെ തവണയും IPL കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ മൈതാനമാകെ ഈ സാല കപ്പ് നമ്മതേ എന്ന മന്ത്രം അലയടിക്കുകയായിരുന്നു. ഈ ഐതിഹാസിക വിജയത്തിനു ശേഷം 42 പന്തുകളിൽ നിന്ന് 75 റൺസ് നേടി പുറത്താകാതെ നിന്ന കിങ് കോഹ്ലിയെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. എന്നാൽ പുരസ്കാരവേദിയിൽ തന്റെ പേര് മുഴങ്ങിക്കേട്ട നിമിഷം ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കൊടിമുടിയിൽ നിന്നിരുന്ന കോഹ്ലിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തത്സമയ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം വിതുമ്പിക്കരയുകയും ചെയ്തു. വാങ്കഡെ മുതൽ അഹമ്മദാബാദ് വരെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടങ്കം കണ്ണീരണിയിച്ച ഒരു കാഴ്ചയായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത്.
VIP സ്റ്റാൻഡിൽ നിന്ന് താഴെയിറങ്ങി മൈതാനത്തേക്ക് വന്ന രാജസ്ഥാൻ റോയൽസിന്റെ 14-കാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയെ കണ്ട കോഹ്ലി വിങ്ങിപ്പൊട്ടുകയായിരുന്ന ആ കൊച്ചുകുട്ടിയെ ചേർത്തുപിടിച്ച് തന്റെ ജേഴ്സി കൊണ്ട് അവന്റെ കണ്ണുനീർ തുടച്ചുമാറ്റി. തുടർന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ വേദിയിൽ വെച്ച് തന്റെ ഏറ്റവും വിലപ്പെട്ട മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വിറയ്ക്കുന്ന കൈകളോടെ നിൽക്കുകയായിരുന്ന ആ കൊച്ചുമിടുക്കന്റെ കൈകളിലേക്ക് അദ്ദേഹം വെച്ചുകൊടുത്തു. ഈ അവിസ്മരണീയമായ സ്നേഹപ്രകടനം കണ്ട വൈഭവ് അമ്പരത്തോടെ വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണുകൾ ഈറനണിയുകയും ആ മൈതാനം മുഴുവൻ മിനിറ്റുകൾ നീണ്ടുനിന്ന കരഘോഷത്താൽ മുഖരിതമാവുകയും ചെയ്തു. ഒരു വശത്ത് RCBയുടെ ചരിത്ര നേട്ടത്തെക്കുറിച്ച് ലോകം സംസാരിക്കുമ്പോൾ മറുവശത്ത് എതിർ ടീമിലെ ഒരു യുവതാരത്തോടുള്ള കോഹ്ലിയുടെ ഈ നിസ്വാർത്ഥമായ സ്നേഹം കോടിക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കുകയായിരുന്നു. അതിനുശേഷം പ്രക്ഷേപകർക്ക് മുന്നിൽ മൈക്ക് കയ്യിലെടുത്ത കിങ് കോഹ്ലി ഇടറുന്ന ശബ്ദത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ആരുടെയും ഹൃദയം സ്പർശിക്കുന്നതായിരുന്നു. ഈ ഫൈനലിൽ 75 റൺസ് നേടി ടീമിനെ വിജയത്തിലെത്തിച്ചത് താനാണെങ്കിലും ഈ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന്റെ യഥാർത്ഥ അവകാശി താനല്ലെന്നും മറിച്ച് 14-കാരനായ വൈഭവ് സൂര്യവംശിയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാമത്തെ കിരീടം വലിയൊരു അഭിമാനമാണെങ്കിലും രാജ്യത്തിന്റെ ഈ അപൂർവമായ യുവപ്രതിഭകളെ ചേർത്തുപിടിക്കേണ്ടത് ഒരു മുതിർന്ന കളിക്കാരൻ എന്ന നിലയിൽ തന്റെ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ IPL സീസണിലുടനീളം പ്രത്യേകിച്ച് ക്വാളിഫയർ 2-ൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ പേസ് ബൌളർമാർക്കെതിരെ ഈ കൊച്ചുകുട്ടി കാണിച്ച അസാമാന്യമായ ധൈര്യവും നെഞ്ചുറപ്പും ക്രിക്കറ്റ് ലോകത്തിന് തന്നെ മാതൃകയാണെന്നും ഈ നിർണായക ഘട്ടത്തിൽ അവന്റെ ആത്മവിശ്വാസം ഉയർത്തുകയും രാജ്യം മുഴുവൻ അവനൊപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് അത്യാപേക്ഷിതമാണെന്നും കോഹ്ലി പറഞ്ഞു. ഫൈനലിലെ തന്റെ ബാറ്റിംഗിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്തരം വലിയ മത്സരങ്ങളിൽ തന്റെ പ്രക്രിയയിൽ മാത്രമാണ് താൻ ശ്രദ്ധിക്കുന്നതെന്നും ബൌളർമാരുടെ നിയന്ത്രണവും ബാറ്റർമാരുടെ സപ്പോർട്ടുമാണ് ഈ ചരിത്ര വിജയത്തിന് കാരണമായതെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു. കളിക്കളത്തിലെ ഒരു ഇതിഹാസ താരമെന്നതിലുപരി വിരാട് കോഹ്ലി എന്ന മനുഷ്യസ്നേഹിയുടെയും വഴികാട്ടിയുടെയും ഏറ്റവും മഹത്തായ മുഖമാണ് ആ രാത്രി അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ ലോകം ദർശിച്ചത്. RCBയുടെ ഈ ഐതിഹാസിക വിജയവും വൈഭവ് സൂര്യവംശിക്കുള്ള കോഹ്ലിയുടെ ആദരവും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള സുവർണ നിമിഷങ്ങളിലൊന്നായി കാലാതീതമായി നിലനിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.